ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വയോധിക മരിച്ചു. പോത്തൻകോട് സ്വദേശിയാണ് മരിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീക്ഷ, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ കൂടുന്നു. ഇപ്പോൾ ഒരു വയോധിക കൂടി മരിച്ചെന്ന വിവരം വരുന്നല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഈ മാസം 16-ാം തീയതിയാണ് പോത്തൻകോട് സ്വദേശിയായ വയോധികയ്ക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ വീടിനടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നഗരത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. ഈ രോഗം മൂർച്ഛിച്ചതോടുകൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇന്ന് രാവിലെ ഈ പോത്തൻകോട് സ്വദേശിനിയുടെ വീട്ടിൽ നിന്ന് ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ രോഗ ഉറവിടം സംബന്ധിച്ച വ്യക്തത വരികയുള്ളൂ. മറ്റ് കുളങ്ങളിലോ മറ്റ് പുറത്തുള്ള ജലാശയങ്ങളിലോ ഒന്നും തന്നെ ഈ വയോധിക പോയിട്ടില്ല എന്നുള്ള പ്രാഥമിക വിവരമാണ് ബന്ധുക്കളും നൽകുന്നത്. എന്തായാലും ഈ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ ആശങ്ക സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഈ വർഷം ഇതുവരെ 28 മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം റിപ്പോർട്ട് ചെയ്യുന്ന 7ാമത്തെ മരണമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ മരണനിരക്ക് വർദ്ധിക്കുന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, പ്രതീക്ഷ, ഈ സാഹചര്യത്തിൽ കൂടുതലായ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ ആരോഗ്യവകുപ്പ്? ക്രിസ്റ്റീന, പ്രധാനമായും ഈ സ്വയം പ്രതിരോധമാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും വേണ്ടത്. ഈ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെയൊക്കെ തന്നെ മലിനജലത്തിൽ കുളിക്കുമ്പോഴാണ് ഈ അസുഖം പകരുന്നത് എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വീട്ടിലെ വെള്ളത്തിൽ പോലും കുളിക്കുന്നവർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ എല്ലായിടങ്ങളിലും അമീബയുണ്ട് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് തന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്വയം പ്രതിരോധം വേണം. വീട്ടിലെ ജലാശയങ്ങൾ കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ തന്നെ സഹായത്തോടുകൂടി പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ മരണനിരക്ക് അമീബിക് മസ്തിഷ്കജ്വര കേസുകളിൽ വളരെ കൂടുതലാണ്. മറ്റ് രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത്. നിലവിൽ ഈ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഈ PCR ടെസ്റ്റ് വഴിയാണ് ഇത് അന്തിമമായി അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ആ ഒരു ആശങ്ക സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി. പോത്തൻകോട് സ്വദേശിയായ വയോധികയാണ് മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്, തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.